ശരീരം ഒരു അവയവമല്ല, പലതത്രേ. 1 കൊരിന്ത്യർ 12 അധ്യായം അതിൻ്റെ 14 വാക്യം ഇങ്ങനെ പറയുന്നു. 15 പറയുന്നു, ഞാൻ കൈ അല്ലായ്ക കൊണ്ട് ശരീരത്തിലുള്ളതല്ല എന്ന് കാൽ പറയുന്നു എങ്കിൽ അതിനാൽ അത് ശരീരത്തിലുള്ളതല്ല എന്ന് വരികയില്ല. ഇവിടെ സഭയെ ഒരു ശരീരത്തോട് ഉപമിക്കുന്നു. ക്രിസ്തു ശിരസ്സാകുന്ന അവൻ്റെ ശരീരം. ആ ശരീരത്തിൽ പല അവയവങ്ങളുണ്ട്. ശരീരം പല അവയവങ്ങൾ ചേരുന്നതാണല്ലോ. ഇവിടെ ഓരോ അവയവത്തിനും അതിൻ്റേതായ ധർമ്മമുണ്ട്. കണ്ണിന് കണ്ണിൻ്റെ ധർമ്മമുണ്ട്, ചെവിക്ക് ചെവിയുടെ ധർമ്മമുണ്ട്. ഏറ്റവും ചെറിയ കുഞ്ഞു വിരലായാൽ ആ വിരലിന് അതിൻ്റേതായ ധർമ്മമുണ്ട്. ഒരു ശുശ്രൂഷയ്ക്ക് വിളിയുള്ള ഒരുവൻ ഒരു സഭയിലേക്ക് കയറി ചെന്നാൽ ആ സഭയിൽ ചിലപ്പോൾ ഒരു കുഞ്ഞു വിരലിൻ്റെ കുറവായിരിക്കാം. ഒരുപക്ഷെ നീ അതിന് പകരക്കാരനായിരിക്കാം. ചിലപ്പോൾ അവനെ ഒരു കാതിൻ്റെ കുറവായിരിക്കാം. നീ ആ അവയവത്തിന് പകരക്കാരനായിരിക്കാം. അങ്ങനെയെങ്കിൽ നിനക്ക് തീർച്ചയായും ആ പൊസിഷനിൽ നിന്നെ അപ്പോയിൻ്റ് ചെയ്യും. അവിടെ നിനക്ക് വിലയുണ്ടാവും. കാരണം നീ ചെല്ലുമ്പോൾ മാത്രമേ അത് പൂർണ്ണതയുള്ളതായി മാറത്തുള്ളൂ. അതേസമയം നീ ചെല്ലുന്ന സഭയ്ക്കകത്ത് എല്ലാ അവയവങ്ങളും ഉണ്ട്. ഇനി നീ ചെല്ലുന്ന ഒരു അധികമായ ഒരു അവയവമായിട്ടാണെങ്കിൽ അനേക അവയവങ്ങളായി തീർന്നാൽ, അനേക കൈ വന്നാൽ, അനേക കണ്ണ് വന്നാൽ അത് വികൃതമായി പോകും. നിനക്കവിടെ സ്യൂട്ടാവാൻ പറ്റത്തില്ല. നീ ഒരു അധികപ്പറ്റായി മാറും. നിനക്കവിടെ വിലയില്ലാതെയായി പോകും. നീ വില കുറഞ്ഞവനായി തീർന്നു പോകും. അവിടെ നിന്ന് നീ ആകുന്ന കണ്ണിനോ നീ ആകുന്ന ചെറുവിരലിനോ ഗ്യാപ്പുള്ള ഒരു സ്ഥലത്തേക്ക് നീ എത്തിയാൽ, എവിടെയാണോ നീ ചെന്ന സ്ഥലത്ത് കുറവുള്ളത് ആ അവയവമാണ് നീ എങ്കിൽ തീർച്ചയായും നിന്നെ അവിടെ അപ്പോയിൻ്റ് ചെയ്യപ്പെടും. നിനക്കവിടെ ഒരു സ്ഥാനമുണ്ടാകും, നിനക്കൊരു മാന്യതയുണ്ടാകും, വിലയുണ്ടാകും. ഈ കാലഘട്ടത്തിൽ അനേകർ എവിടെയാണ് നാം ആയിരിക്കേണ്ടത്, ഏത് സഭയിലാണ്, ആരുടെ കൂടെയാണ് എന്നറിയാതെ അധികപ്പറ്റായി പോയവരുണ്ട്, നിന്ദിക്കപ്പെട്ടു പോയവരുണ്ട്, വില കുറച്ച് കാണപ്പെട്ടു പോയവരുണ്ട്. നീ പ്രാർത്ഥിക്ക്, ദൈവം അവൻ്റെ ശരീരത്തിലെ ആ റൈറ്റ് പൊസിഷനിലേക്ക് നീ എവിടെയാണോ വേണ്ടത്, അപ്പോയിൻ്റ് ചെയ്യപ്പെടേണ്ടത്, അവിടെ ഈ നാളുകളിൽ ദൈവാത്മാവ് നിന്നെ അപ്പോയിൻ്റ് ചെയ്യാൻ പോവുകയാണ്. ആ പൊസിഷനിൽ നീ എത്തുമ്പോൾ നീ വിലയുള്ളവനായി മാറും. കാരണം നീ ചെന്നാൽ മാത്രമേ അവിടെ പൂർണ്ണതയുള്ളതായി തീരത്തുള്ളൂ.